കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അതുപോലൊരു അസ്തം എന്നൊരു ഓഫീസ് തന്നെ തുടങ്ങിയിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മളിത് ഓരോ കിടപ്പിലായ രോഗികൾക്കും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അവരെ വീട്ടിലെത്തിച്ച് അവരെ ചികിത്സിക്കുക എന്നാണ് നഗരസഭയുടെ ഉദ്ദേശം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മഞ്ചേരി നഗരസഭയിലെ കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസമായി മഞ്ചേരിയിൽ പരിരക്ഷ 3ാം യൂണിറ്റ് ആരംഭിച്ചു. ചെയർപേഴ്സൺ VM സുബൈദ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി നഗരസഭയിലെ കിടപ്പിലായ രോഗികൾക്ക് ഏറെ ആശ്വാസപ്രദമായാണ് പരിരക്ഷയുടെ 3ാം യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പരിരക്ഷ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ നിർവഹിച്ചു. മഞ്ചേരി നഗരസഭയിലുള്ള കിടപ്പിലായ രോഗികൾക്കുള്ള പരിരക്ഷാ പദ്ധതി 2 യൂണിറ്റ് ഇപ്പോൾ നിലവിൽ മഞ്ചേരി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഈ ഭരണസമിതിൻ്റെ കാലാവധി കഴിയുന്നതോടൊപ്പം 3ാം യൂണിറ്റും ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തു രാവിലെ. അതായത് മഞ്ചേരി നഗരസഭയിൽ കിടപ്പിലായ രോഗികൾക്ക് മാത്രം, അതായത് കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്കും ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങൾക്കും അതുപോലെ തന്നെ പറ്റ കിടപ്പിലായ രോഗികൾക്കും വേണ്ട അവർക്ക് വേണ്ട ചികിത്സയും അവർക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും വീട്ടിൽ വന്ന് നോക്കുന്നതിനും അവർക്ക് വേണ്ട ഡയാലിസിസ് കിറ്റ് കൊടുക്കുന്നതിനും കിഡ്നി മാറ്റിവെച്ചവർക്കും അവയവങ്ങൾ മാറ്റിവെച്ചവർക്കുള്ള മരുന്നുമൊക്കെ നഗരസഭ മുഖേന ഇന്ന് മഞ്ചേരി നഗരസഭ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അതുപോലൊരു അസ്തം എന്നൊരു ഓഫീസ് തന്നെ തുടങ്ങിയിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മളിത് ഓരോ കിടപ്പിലായ രോഗികൾക്കും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അവരെ വീട്ടിലെത്തിച്ച് അവരെ ചികിത്സിക്കുക എന്നാണ് നഗരസഭയുടെ ഉദ്ദേശം. നഗരസഭയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ അസ്തം ഓഫീസിലൂടെ എല്ലാവരും മഞ്ചേരി നഗരസഭയിലെ എല്ലാ ആളുകൾക്കും കിടപ്പിലായ എല്ലാവരുടെ യഥാസമയത്ത് പരിരക്ഷ മുഖേന 3 യൂണിറ്റും അവിടെ ചെല്ലുകയും അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭയ്ക്ക് വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുകയും അതുപോലെ തന്നെ വീട് പോലുള്ള പദ്ധതിക്ക് നമ്മൾ കൊടുക്കുകയും അടുത്ത പ്രാവശ്യം മഞ്ചേരി നഗരസഭ ഈ ഭരണസമിതിൻ്റെ കാലാവധി കഴിയുന്നതോടുകൂടി ആരോഗ്യ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്കും വേണ്ടിയുള്ള പല പദ്ധതികളും ഈ അടുത്ത പദ്ധതിയിൽ നമ്മൾ DPC അംഗീകാരം കിട്ടിയാൽ ഉടനെ നമ്മൾ അതൊക്കെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 3000-ലധികം രോഗികളാണ് നഗരസഭാ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 895 പേർക്കാണ് പരിചരണം നൽകി വരുന്നത്. രോഗികളുടെ ആവശ്യത്തിനനുസരിച്ച് വീട്ടിലെത്തുന്ന തരത്തിലാണ് ഹോം കെയർ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ, നഴ്സസ്, ഹോം കെയർ എന്നിവരുടെ സേവനവും ലഭ്യമാകും. ആയുർവേദം, ഹോമിയോ, അലോപ്പതി, ഫിസിയോതെറാപ്പി എന്നിവരുടെ സേവനവും ഹോം കെയറിലൂടെ നൽകി വരുന്നുണ്ട്. പുതിയ യൂണിറ്റ് കൂടി ആരംഭിക്കുന്നതോടെ കൂടുതൽ രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാകും. ആരോഗ്യ വിഭാഗം പദ്ധതികൾ ഒരു കുടക്കീഴിലാക്കുന്നതിനായി ആരംഭിച്ച ഹസ്തം പദ്ധതിയുടെ കീഴിലാണ് പരിരക്ഷ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണം, അവയവം മാറ്റിവെച്ചവർക്കുള്ള മരുന്ന്, മറ്റു ജീവൻ രക്ഷാ ഉപകരണങ്ങളും സൗജന്യമായി നൽകി വരുന്നുണ്ട്. വൈസ് ചെയർമാൻ VP ഫിറോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി, യാഷിക് മേച്ചേരി, NK ഖൈറുനിസ, കൗൺസിലർമാരായ മരുന്നൻ മുഹമ്മദ്, അഷ്റഫ് കാക്കേങ്ങൽ, ഫൈസൽ പാലായി, ഹുസൈൻ മേച്ചേരി, ആശാവർക്കർമാർ, പാലിയേറ്റീവ് വോളണ്ടിയർമാർ, പരിരക്ഷയുമായി ബന്ധപ്പെട്ട ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 മഞ്ചേരി. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.